നമസ്കാരം. തമിഴക വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയ് കന്യാകുമാരിയിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലുണ്ടായ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. പ്രചാരണത്തിന്റെ ഭാഗമായി സൈക്കിൾ ചവിട്ട് നീങ്ങിയായിരുന്ന വിജയുടെ അടുത്തേക്ക് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഫ്ലവർ ബോൾ എറിയുന്നതും ഉടൻ തന്നെ അദ്ദേഹം സൈക്കിളിൽ നിന്നിറങ്ങി തിരിഞ്ഞോടുന്നതുമാണ് പുറത്തു വന്ന ദൃശ്യങ്ങളിലുള്ളത്. ഫ്ലവർ ബോൾ വരുന്നത് കണ്ട് അത് ബോംബാണെന്ന് കരുതിയാണോ വിജയ് പരിഭ്രമിച്ച് ഓടിയതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരിഹാസം. വീഡിയോ വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ഗ്രാമം മുഴുവൻ രക്ഷിക്കാൻ പോയ ആൾ പോകുന്ന പോക്ക് കണ്ടില്ലേ, എടാ പ്രേമ പയ്യെ പോടാ, എനിക്ക് ദേശത്തെ വഴി അറിയില്ലെന്ന സുരാജിൻ്റെ പ്രശസ്തമായ ഡയലോഗുമൊക്കെ ചേർന്ന് വലിയ രീതിയിൽ ഇത് ട്രോളായി ഇറങ്ങുന്നുണ്ട്. ബോൾ അടുത്ത് വീണ ഉടനെ വിജയ് പിന്തിരിഞ്ഞോടുകയും സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ചുറ്റും വലയം തീർക്കുന്നതും പുറത്തു വന്ന വീഡിയോയിൽ കാണാം. ആരാധകൻ എറിഞ്ഞ ബോളിൽ നിന്നും പൂക്കളായിരുന്നു പുറത്തേക്ക് വന്നത്. ഇതിന് പിന്നാലെ താരം വേഗത്തിൽ തൻ്റെ ക്യാരവനിലേക്ക് കയറുകയായിരുന്നു. അപ്രതീക്ഷിത സാഹചര്യമുണ്ടായപ്പോൾ നടനിൽ നിന്നുണ്ടായ പെരുമാറ്റത്തെയാണ് ആളുകൾ പരിഹസിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല വിജയുടെ രീതിയെന്നാണ് വിമർശനം. കന്യാകുമാരിക്ക് സമീപം മഹാദാനപുരത്ത് ഞായറാഴ്ച വൈകിട്ട് നടന്ന സമ്മേളനത്തിലും റോഡ് ഷോയിലും ജനനായകനെ കാണാൻ ആവേശമുയർത്തി ആരാധകരെത്തി. തമിഴക വെട്രിക്കഴകത്തിന്റെ ചിഹ്നമായ വിസിലൂതിയാണ് വിജയ് പരിപാടി സ്ഥലത്തേക്ക് എത്തിയത്. എന്നാൽ ഈ വീഡിയോ വൈറലായതോടെ ആരാധകർ ചുറ്റും കൂടിയതിനാലാണ് അദ്ദേഹം ഒഴിഞ്ഞുമാറിയതെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. മാത്രമല്ല, അദ്ദേഹത്തെ വിമർശിക്കുന്നത് എതിരാളികളാണെന്നും അവർ പറയുന്നു. വിജയ് സൈക്കിളെടുത്ത് വിസിലൂതിക്കൊണ്ട് ആരാധകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത് ആരാധകർക്ക് വലിയ ആവേശം പകർന്നു. ഈ സമയത്ത് പ്രവർത്തകർ സുരക്ഷാ ബാരിക്കേഡുകൾ തകർത്ത് വിജയ്ക്ക് സമീപം എത്തിയത് സംഘർഷത്തിനിടയാക്കി. പോലീസും വിജയുടെ സ്വകാര്യ സുരക്ഷാ ഭടന്മാരും ചേർന്ന് സുരക്ഷാ വലയം ഒരുക്കുകയായിരുന്നു. റോഡ് ഷോ കാരണം കന്യാകുമാരിയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പിന്നീട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത വിജയ് പതിവ് പോലെ ഭരണകക്ഷിയായ DMK രൂക്ഷമായി തന്നെ വിമർശിച്ചു. അതേസമയം കന്യാകുമാരി ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തവേ TVK അധികാരത്തിൽ വന്നാൽ തമിഴ്നാട് സിറ്റിസൺ പ്രിവിലേജ് കാർഡ് അവതരിപ്പിക്കുമെന്ന് വിജയ് പറഞ്ഞു. അപേക്ഷകളോ ഇടനിലക്കാരോ ഇല്ലാതെ ജനനം മുതൽ ക്ഷേമ പദ്ധതികൾ തടസ്സമില്ലാതെ നേരിട്ട് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. അപേക്ഷകളോ ഇടനിലക്കാരോ ഇല്ലാതെ ക്ഷേമ പദ്ധതികൾ തടസ്സമില്ലാതെ ഇത് നേരിട്ട് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. ആനുകൂല്യങ്ങൾ ആളുകളിലേക്ക് സ്വയമേവ എത്തും. അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. സർക്കാർ സേവനങ്ങൾക്കായി ജനങ്ങൾ ഇനി കൈക്കൂലി നൽകേണ്ടി വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഓഫീസുകളിലെ കാലതാമസവും അഴിമതിയും ഇല്ലാതാക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയും ഈ സംവിധാനം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടനിലക്കാർക്ക് യാതൊരു പങ്കുണ്ടാകില്ലെന്നും ആനുകൂല്യങ്ങൾ ജനങ്ങളുടെ വാതിൽക്കൽ എത്തുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ DMK സർക്കാരിനെ വിമർശിച്ച വിജയ് പൊതുസേവനങ്ങളിലെ കാലതാമസം പലപ്പോഴും കൈക്കൂലിയുമായി ബന്ധപ്പെട്ടതാണെന്നും ആരോപിച്ചു. രേഖകളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ ജോലി വൈകിപ്പിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ പ്രശ്നം പണമാണ്. ഇത് ഭരണമല്ല, ഉപദ്രവമാണ്. ഇത്തരം രീതികൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ പോരാട്ടം തൻ്റെ പാർട്ടിയും ഭരണകക്ഷിയായ DMKയും തമ്മിലാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. സാങ്കേതിക വിദ്യയിലും മികച്ച സേവന വിതരണത്തിലും അധിഷ്ഠിതമായ ഭരണ മാതൃകയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഇതൊരു 4 കക്ഷികൾ ചേർന്നുള്ള മുൻനിര പോരാട്ടമോ 40 മുൻനിര പോരാട്ടമോ ഒന്നുമല്ല. ഇവിടെ 2 വശങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് TVK, മറ്റൊന്ന് DMK. നിങ്ങൾക്ക് ജനവിരുദ്ധമായ സ്റ്റാലിൻ സർക്കാരിനെ വേണോ അതോ ജനങ്ങളെ സ്നേഹിക്കുന്ന വിജയെ വേണോ? ഇത്രമാത്രമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു. കന്യാകുമാരിയിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ മികച്ച ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. എന്നിരുന്നാലും റദ്ദാക്കിയ യോഗങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങളും സമയക്രമത്തിലെ ആശയക്കുഴപ്പങ്ങളും കാരണം പ്രചാരണങ്ങളിൽ ചില തടസ്സങ്ങൾ ഇടയ്ക്ക് നേരിടുന്നുണ്ട്. ഏപ്രിൽ 11 കാരക്കുടിയിൽ നിശ്ചയിച്ചിരുന്ന പ്രസംഗം വിജയ് റദ്ദാക്കിയത് അനുയായികളെ നിരാശരാക്കിയിരുന്നു. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ 23 നടക്കുന്നത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ വോട്ടർമാർക്കുള്ള ബൂത്ത് സ്ലിപ്പ് വിതരണം ഞായറാഴ്ച ആരംഭിച്ചിട്ടുണ്ട്. 75,097 ബൂത്തുകളാണുള്ളത്. ഓരോ ബൂത്തിലും BLOമാരുടെ നേതൃത്വത്തിലാണ് സ്ലിപ്പ് വിതരണം നടത്തുക.